എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. ഇന്ന് നമ്മൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുവാൻ പോകുന്നത് നരസിംഹ മന്ത്രമാണ്. മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരമാണ് നരസിംഹം. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഏറ്റവും ഭീകരവും ഭയാനകവുമായ അവതാരം നരസിംഹ അവതാരം തന്നെയാണ്. ഹിരണ്യകശിപു എന്ന അസുരനെ വധിക്കുവാനായാണ് ഭഗവാൻ നരസിംഹ അവതാരം എടുത്തത്. തൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ വിഷ്ണു ഭഗവാൻ വരാഹ അവതാരം സ്വീകരിച്ച് നിഗ്രഹിച്ചപ്പോൾ അതിൽ അതീവ ക്രോധാകുലനായ ഹിരണ്യകശിപു ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി അമരത്വം വരമായി ആവശ്യപ്പെട്ടു. എന്നാൽ ആർക്കും അമരത്വം വരമായി ലഭിക്കുകയില്ല എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞപ്പോൾ ഹിരണ്യകശിപു വളരെ അസാധാരണമായ ഒരു വരം ആവശ്യപ്പെട്ടു. അത് ഇപ്രകാരമായിരുന്നു: രാവിലെയോ രാത്രിയോ തൻ്റെ മരണം സംഭവിക്കരുത്. വീട്ടിന് അകത്തോ പുറത്തോ ആർക്കും തന്നെ വധിക്കുവാൻ കഴിയരുത്. ഭൂമിയിലോ സ്വർഗത്തിലോ നരകത്തിലോ നിൽക്കുമ്പോൾ ആർക്കും തന്നെ വധിക്കുവാൻ സാധിക്കരുത്. ഒരു ആയുധം വച്ചും തന്നെ വധിക്കുവാൻ സാധിക്കരുത്. ദേവനോ അസുരനോ മനുഷ്യനോ മൃഗത്തിനോ തന്നെ വധിക്കുവാൻ സാധിക്കരുത്. ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിന് ആവശ്യപ്പെട്ട വരം നൽകി അപ്രത്യക്ഷമായി. അമരത്വത്തിന് തുല്യമായ വരം ലഭിച്ച ഹിരണ്യകശിപു വളരെയധികം അഹങ്കരിച്ചു. സർവ്വദിക്കിലും ആക്രമണവും ഹിംസയും അധർമ്മവും അഴിച്ചുവിട്ട ഹിരണ്യകശിപു മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായ തൻ്റെ പുത്രനായ പ്രഹ്ലാദനെ ഉപദ്രവിക്കുവാൻ തുനിഞ്ഞപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ വിഷ്ണു സംഹാരത്തിൻ്റെ മൂർത്തിമത് ഭാവമായി നരസിംഹ അവതാരം സ്വീകരിച്ചു. രാവിലെയോ രാത്രിയോ അല്ലാത്ത ത്രിസന്ധ്യാ നേരത്ത് ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിൻ്റെ തൂണ് പിളർന്ന് പുറത്തു വന്ന നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ കൊട്ടാരത്തിൻ്റെ വരാന്തയിൽ തൻ്റെ മടിയിൽ കിടത്തി കയ്യിലെ കൂർത്ത നഖങ്ങൾ കൊണ്ട് വയറ് കീറിയാണ് നിഗ്രഹിച്ചത്. ഹിരണ്യകശിപുവിനെ ഭഗവാൻ വധിച്ചത് ഒരു ആയുധവും ഉപയോഗിച്ചല്ല, തൻ്റെ നഖങ്ങൾ കൊണ്ടാണ്. വീടിന് അകത്തോ പുറത്തോ വച്ചല്ല, ഉമ്മറപ്പടിയിൽ വച്ചായിരുന്നു. പാതി മൃഗവും പാതി മനുഷ്യനും പാതി ദേവനുമായ അവതാരമായി ഭഗവാൻ വന്നു. ഭൂമിയിലോ സ്വർഗത്തിലോ നരകത്തിലോ വച്ച് തന്നെ കൊല്ലുവാൻ സാധിക്കരുത് എന്ന വരമുള്ളതിനാൽ ഭഗവാൻ ഹിരണ്യകശിപുവിനെ സ്വന്തം മടിയിൽ കിടത്തിയാണ് കൊല്ലുന്നത്. യഥാർത്ഥത്തിൽ ശാപം ലഭിച്ച വൈകുണ്ഠത്തിലെ ദ്വാരപാലകരായ ജയവിജയന്മാർക്ക് ശാപമോക്ഷം നൽകുവാൻ വേണ്ടിയാണ് ഭഗവാൻ വിഷ്ണു വരാഹ അവതാരവും നരസിംഹ അവതാരവും സ്വീകരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നരസിംഹ മന്ത്രം പഠിക്കാം. മന്ത്രം ഇപ്രകാരമാണ്: ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം വിശ്വതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. നമുക്ക് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ഉഗ്രം എന്നാൽ ഉഗ്രരൂപിയായ, കാണുന്നവർ ഭയന്നു പോകുന്ന അത്രയും ഉഗ്രരൂപിയായ. വീരം അതായത് അങ്ങേയറ്റം ധൈര്യശാലിയായ, വീരനായ മഹാവിഷ്ണു ഭഗവാൻ വിഷ്ണു. ജ്വലന്തം എന്ന് പറഞ്ഞാൽ തീയെപ്പോലെ ആളിക്കത്തുന്ന, അഗ്നിയുടെ അത്രയും ശോഭയുള്ള പ്രഭയുള്ള തേജസ്വിയായ. വിശ്വതോമുഖം അതായത് എല്ലാ ദിക്കിലും മുഖമുള്ള, പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന. നൃസിംഹം അതായത് നരസിംഹം, പാതി മനുഷ്യനും പാതി സിംഹവുമായ രൂപം. ഭീഷണം എന്നാൽ ഭീകരമായ. ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളമായ. മൃത്യുർ അതിൻ്റെ അർത്ഥം മരണത്തിന് തന്നെ മരണം സമ്മാനിക്കുവാൻ പോകുന്ന അത്രയും ഉഗ്രരൂപിയായ. മരണത്തിൻ്റെ തന്നെ മരണമാണ് അങ്ങ്, അതാണ് മൃത്യുർ എന്ന അർത്ഥം. നമാമ്യഹം നിന്നെ ഞാൻ വണങ്ങുന്നു. നമുക്ക് മന്ത്രം ഒന്നും കൂടെ കേൾക്കാം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം വിശ്വതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. അതായത് ഉഗ്രരൂപിയായ, അങ്ങേയറ്റം വീരനായ, അഗ്നിയെപ്പോലെ ആളിക്കത്തുന്ന അത്രയും തേജസ്വിയായ, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ശത്രുക്കൾക്ക് ഭയാനകവും അതേസമയം തന്നെ ഭക്തർക്ക് അത്യധികം മംഗളകരവുമായ മൃത്യുവിൻ്റെ തന്നെ അന്തകനായ നരസിംഹമൂർത്തിയെ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. മരണഭയം അകറ്റുവാനും ജീവിതത്തിലെ തടസ്സങ്ങൾ ദൂരീകരിക്കുന്നതിനും ഈ മന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മരണത്തിൻ്റെ പോലും മരണമായി വിശേഷിപ്പിക്കപ്പെടുന്ന നരസിംഹമൂർത്തിയുടെ മന്ത്രം നിത്യവും ജപിക്കുന്ന ഭക്തൻ്റെ മുന്നിൽ തടസ്സമായി നിൽക്കുവാൻ ഒരു ദുഷ്ടശക്തിയും ധൈര്യപ്പെടുക പോലുമില്ല എന്നാണ് കരുതപ്പെടുന്നത്. മനസ്സിൽ നിന്നും അനാവശ്യ ആവലാതികളും ദുശ്ചിന്തകളും നീക്കം ചെയ്ത് മനസ്സിനെ ശാന്തമാക്കുവാൻ ഈ മന്ത്രം ഉപകരിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.